മറ്റൊരു വാർത്ത, നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരെ വിചാരണ കോടതിയിൽ ഹാജരായി. ദിലീപിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിലെ ആധികാരികത ഉറപ്പുവരുത്താനാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ദിലീപിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിലെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വിസ്താരം പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നടപടികൾ കോടതിയിൽ? ഫിജി, ഇപ്പോൾ മഞ്ജു വാര്യർ ഇവിടെ ഹാജരായിട്ടേ ഉള്ളൂ, അതായത് കോടതിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഈ ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ, പ്രത്യേകിച്ച് ശബ്ദ സന്ദേശങ്ങൾ, ഇവയെല്ലാം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇന്ന് മഞ്ജുവിനെ വിസ്തരിക്കുന്നത്. ദിലീപിനൊപ്പം തന്നെ ദിലീപിന്റെ സഹോദരൻ, സുഹൃത്തുക്കൾ തുടങ്ങിയ 4 പേരുടെ മൊഴികളാണ് പ്രധാനമായും ഈ കേസിൽ വഴിത്തിരിവാകുന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ജുവിനെ വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മഞ്ജു ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ മഞ്ജു വാര്യർ അടക്കമുള്ള ആളുകളെ, സാക്ഷികളെ ഇനി വിസ്തരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ വിചാരണ നടപടികൾ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിജീവിതയുടെ ഒപ്പമാണ് സുപ്രീം കോടതി, അതിജീവിതയുടെ അഭിഭാഷകൻ പറഞ്ഞതിനൊപ്പമാണ് സുപ്രീം കോടതി നിന്നത്. ആ ഒരു സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മഞ്ജു വാര്യർ ഇവിടെ വിചാരണ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇന്ന് മഞ്ജു വാര്യർ ഇത് ദിലീപിന്റെ ശബ്ദങ്ങളാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിൽ വലിയ വഴിത്തിരിവാകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ പ്രധാനമായും വിസ്തരിക്കുക. എന്തായാലും ഇപ്പോൾ മഞ്ജു വാര്യർ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ മഞ്ജു വാര്യരുടെ വിസ്താരം ഇവിടെ ആരംഭിക്കും. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരെ വിചാരണ കോടതിയിൽ ഹാജരായിരിക്കുന്നു. ദിലീപിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിലെ ആധികാരികത ഉറപ്പുവരുത്താനാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്.